വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോൾ വനംവകുപ്പ് പലവിധ പദ്ധതികളിലൂടെ ഈ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിരീക്ഷണത്തിനായി ഡ്രോണുമായി ഇറങ്ങുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിലാണ് ഈ നിരീക്ഷണം. ചൂട് കൂടിയത് മൂലം കാട്ടുതീ പടരാനും വന്യജീവികൾ ഇറങ്ങാനുമൊക്കെയുള്ള സാധ്യത കൂടി വന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഡ്രോണിലൂടെ ഒരു നിരീക്ഷണം ഉറപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗൂഗിൾ VS വിവരങ്ങൾ നൽകും. ഗൂഗിളിൽ ഏറ്റവും ഉചിതമായൊരു തീരുമാനം തന്നെയാണ്. കാരണം കാട്ടാനകളൊക്കെ ഏത് സമയത്തും വരാവുന്ന സ്ഥിതി, ഇവ എവിടെ ഉണ്ട് എന്നൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് ജനങ്ങൾക്ക് കൃത്യമായ വിവരം നൽകാനുമൊക്കെ ഈ ഒരു ഡ്രോൺ നിരീക്ഷണം സാധ്യമാകുമല്ലോ. അത് ഏതൊക്കെ മേഖലകളിൽ നടപ്പാക്കും, എത്ര ഡിവൈസൊക്കെ അവരുടെ കയ്യിലുണ്ട്? അതായത് അട്ടപ്പാടി അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് പരിധികളിൽ 5 കിലോമീറ്റർ ഇടവിട്ടാണ് ഇങ്ങനെ ഡ്രോൺ വഴിയുള്ള നിരീക്ഷണം നടത്തുന്നത്. ഈ വേനൽക്കാലം ആയതോടുകൂടി തന്നെ ഉള്ളിൽ നിന്ന് കാട്ട് മൃഗങ്ങൾ പുറത്തേക്ക് ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തും കാട്ടുതീ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തുടക്കം തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് 5 കിലോമീറ്റർ പരിധിയിലായി ഇത്തരത്തിൽ ഡ്രോണുകൾ വച്ച് ഈ രണ്ട്, അതായത് അഗളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ചും, ഈ രണ്ട് ഫോറസ്റ്റ് റേഞ്ചുകളുടെയും പരിധിയിൽ 5 കിലോമീറ്റർ ഇടവിട്ട് ഇങ്ങനെ ഡ്രോൺ നിരീക്ഷണം നടത്തുന്നത്. 5 ഇതുവഴി ഈ ജനവാസ മേഖലയോട് അടുക്കുന്ന വന്യമൃഗങ്ങളെ കണ്ടെത്താനും അതിനെ തുരത്താനും കഴിയും. മാത്രവുമല്ല, കാടിനുള്ളിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളും ഈ ഒരു ഡ്രോൺ വഴി കണ്ടെത്താൻ കഴിയും. കാട്ടുതീ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ അത് വരുമ്പോൾ തന്നെ, അങ്ങനെ തീ ഉണ്ടാകുമ്പോൾ തന്നെ അത് അണയ്ക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പുകളും എടുത്താം. ഈ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയത്. ഏതായാലും വേനൽക്കാലം പൂർണ്ണമായും കഴിയുന്നതുവരെ ദിവസവും ഈ രീതിയിലുള്ള ഡ്രോൺ നിരീക്ഷണം ഉണ്ടാകും എന്നാണ് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N. സുബൈർ അറിയിച്ചിരിക്കുന്നത്. ശരിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ ഒരു നിരീക്ഷണ മാർഗമാണ്. മറ്റ് പല തമിഴ്നാട്ടിലൊക്കെ വനവകുപ്പൊക്കെ ഇത് ചെയ്യുന്നതാണ്. അങ്ങനെ പൊസിഷൻ അറിഞ്ഞാൽ അപകടം നമുക്ക് കുറച്ചുകൂടി മാറ്റി നിർത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.